ഹലോ ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനെയിലിൽ കാണിച്ചതുപോലെ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരു മാരേജ് ഉണ്ടായിരുന്നു, അതിനായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് തലേദിവസമേ ഇറങ്ങിയ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. മാരേജ് റിലേറ്റീവ്സിൻ്റെ ഒന്നും അല്ല, ഒരു ഫ്രണ്ടിൻ്റെയാണ്. കുറേ ഫോട്ടോ ഫ്രെയിംസൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ എല്ലാം കൊള്ളാമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, കൃഷ്ണൻ്റെ ആദ്യം നല്ല ഭംഗിയില്ലായിരുന്നോ. അങ്ങനെ അതും മേടിച്ചിട്ട് നമ്മൾ പൊതിഞ്ഞൊക്കെ എടുത്ത് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞൊക്കെ മേടിച്ചു. അത് മുകളിലത്തെ ഫ്ലോറിലായിരുന്നു. താഴത്തെ ഫ്ലോറിലുള്ള കാഴ്ചകളാണ്. ഇത് നല്ല പാത്രങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കുന്നില്ലേ, എന്ത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഒന്നും മേടിച്ചില്ലെങ്കിൽ കൂടി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു. സൈക്കിൾ ഷോപ്പാണിത്. മോന് ഒരു സൈക്കിൾ നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. ജോയ് വിജയിൽ, ആറ്റിങ്ങൽ ജോയ് വിജയിലാണ്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടത് ഈ സൈക്കിളാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അവൻ്റെ ഒരുപാട് പഴയ സൈക്കിളായിരുന്നു, അതാണിത് മാറ്റാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെഷീൻ സെയിൽ ചെയ്യുന്ന ഷോപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരു മെഷീൻ്റെ റേറ്റും കൂടെയൊക്കെ തിരക്കാനായിട്ട് ഇറങ്ങി. അതിനുടനെ വാങ്ങുന്നില്ല, എൻ്റെ മെഷീന് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനായിട്ട് റേറ്റ് ചോദിക്കാനായിട്ട് വന്നതാണ്. പിന്നെ അടുത്ത ഷോപ്പിൽ നിന്ന് ചെരുപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിറ്റേന്നായി ഇതേ കല്യാണത്തിന് പോകാനായിട്ട് നമ്മൾ മൂന്നുപേരും റെഡിയായിട്ട് നിൽക്കുകയാണ്. വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് രണ്ടുപേരെയും കൂടെ പിടിച്ച് നിർത്താനായിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇവൻ അടങ്ങി നിൽക്കാറില്ല, ഇളയവൻ. അങ്ങനെ ഇതേ 1-2 ഫോട്ടോസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു. മാരേജ് കൊല്ലത്തായിരുന്നു. 12-നും 12:30-ക്കും ഇടയിലുള്ള ടൈമായിരുന്നു മാരേജിന്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം വഴിയിൽ ബ്ലോക്കോ എല്ലൊക്കെ ആണെങ്കിൽ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കുറച്ചധികം യാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങ് എത്തിയപ്പോൾ തന്നെ ഏകദേശം കല്യാണ സമയം ആയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റൊന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. താലപ്പൊലിയൊക്കെ ആയിട്ട് മണ്ഡപത്തിലേക്ക് പെൺകൊച്ച് ഇതാണ് പെൺകൊച്ച്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ മണ്ഡപത്തിൽ പോകാനായിട്ട് ഇങ്ങനെ മുല്ലപ്പന്തലിലൊക്കെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഈ പെൺകൊച്ചല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്, കല്യാണ പയ്യനാണ് എൻ്റെ ഫ്രണ്ട്. കല്യാണ സമയം ഏകദേശമൊക്കെ മുഹൂർത്തം ആയിട്ടുണ്ടായിരുന്നു. എന്ത് സുന്ദരിയല്ലേ കാണാൻ പെങ്കൊച്ച്, നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടിട്ടോ. നല്ല കുട്ടിയായിരുന്നു, രണ്ടുപേരും നല്ല മാച്ചുമായിരുന്നു. അങ്ങനെ കല്യാണ സമയമൊക്കെ ആയി. ഇത് അവർ പ്രാർത്ഥനയാണ്, ഇത് ഗുരുദേവൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മണ്ഡപത്തിൽ രണ്ടുപേരും കയറി. കല്യാണ സമയമായി. ഇതേ താലികെട്ടും കഴിഞ്ഞു. രണ്ടുപേർക്കും നല്ലൊരു ജീവിത ആശംസകൾ, മംഗളാശംസകൾ നേരുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാളുടെ വികൃതി കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവനെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ളവരെല്ലാവരും ഇറങ്ങി പോവേണ്ടി വരും. അങ്ങനെയുള്ള കുരുത്തക്കേടുകളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ സദ്യാലയത്തിൻ്റെ അവിടെ ഒന്ന് 3 പേരും അടുത്തടുത്തായിട്ട് സീറ്റൊക്കെ കിട്ടി, എനിക്കും മക്കൾക്കുമായിട്ട്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ അവർ വിളമ്പി തുടങ്ങി. സദ്യയാണ് കേട്ടോ. അങ്ങനെ സദ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം, ആഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സദ്യയാണ് പറയുന്നത്. കല്യാണ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ വീട്ടിൽ അങ്ങനെ ടേസ്റ്റ് കിട്ടേയില്ല. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, പായസവും ഒക്കെ കഴിച്ചു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോയും എടുത്തു, ഫോട്ടോയും കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. തീരദേശം വഴിയാണ് പോകാനായിട്ട് നമ്മൾ പോയത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്, നല്ല ഫ്രഷ് മീനൊക്കെ ഈ ടൈമിൽ കിട്ടും. എവിടെയെങ്കിലും മീൻ വിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങാമല്ലോ, അങ്ങനെയും കൂടെയാണ് നമ്മൾ ഈ വഴി വന്നത്. അങ്ങനെ മീനും വാങ്ങിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.